മോഡിഫിക്കേഷനിൽ തന്നെ അതിലൊരു വസ്തുനിഷ്ഠമായി അതിനെ സമീപിക്കുകയാണെങ്കിൽ ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ അതിൽ പിടിച്ചു നിൽക്കാം പറഞ്ഞിട്ട്. കാരണം ഞാൻ പറഞ്ഞത് എന്ത് എന്ന് നിങ്ങൾ വേണമെങ്കിൽ കേട്ടു നോക്കൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്നത് അപകടകരമല്ലാത്ത എല്ലാ മോഡിഫിക്കേഷനുകളും UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ അനുവദിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ ഇരിക്കെ ഇതിനൊരു പ്രചാരണത്തിനായി ഉപയോഗിച്ചത് എങ്ങനെയാണ്? പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ, ഇതായിരുന്നു ആ വാചകം. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ റീല് ഇപ്പോഴും കിടപ്പുണ്ട്. അതിൻ്റെ ഒരു കവർ ഫോട്ടോ വെക്കുമല്ലോ ഈ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീലുകൾ ചെയ്യുമ്പോൾ. എന്താണ് പ്രേക്ഷകർ ആദ്യം കാണേണ്ടത്, അതായത് എൻ്റെ ഫോളോവേഴ്സ് ആദ്യം കാണേണ്ടതെന്ന് വെച്ച് നമ്മളൊരു കവർ പിക്ക് വെക്കും. ഏറ്റവും നല്ലതും ആകർഷണവുമായതായിരിക്കും സ്വാഭാവികമായും അതിന് പിന്നിലുള്ള ഒരു യുക്തിയായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ നോക്കുമ്പോൾ പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ എന്നാണുള്ളത്. അപ്പോൾ അതിലാണ് ഇവിടെ ഇരിക്കുന്ന അസംഖ്യം ജൻസികൾ വഞ്ചിതരായി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഉള്ളടക്കത്തിനപ്പുറത്തേക്ക് മോഡിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു വരുന്ന മുഖ്യമന്ത്രി. വലിയവരും ശരി, തീർച്ചയായും. എന്തായാലും കാളവെട്ടെന്ന് കേട്ടപ്പോഴത്തേനെ കയറെടുത്ത ഇവർക്കാണ് സത്യത്തിൽ വലിയ അക്കിടി പറ്റിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇവർക്ക് ഈ പാപ്പരാസി ഗ്രൂപ്പാണ് അതിനകത്തൊരു പ്രധാന കക്ഷികൾ. കാരണം ഇവരുടെ ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളെല്ലാം അതങ്ങ് ആഘോഷിച്ചു. ശരിയും, തീർച്ചയായും. അത്രയധികം റീലുകൾ വന്നിരുന്നു. എനിക്കൊക്കെ ഒരുപാട് റീലുകൾ വന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി. പിന്നീട് അവർ മോഡിഫൈ ചെയ്തിട്ട് ഇതിനെ അത്രയധികം പ്രദർശിപ്പിക്കാതെ കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടല്ലോ. കാരണം ഇത് നിയമവിരുദ്ധമായ കാര്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ അത്തരമുള്ള ആളുകളൊക്കെ ഒരു വേള ഇത് പ്രദർശിപ്പിക്കാൻ തുടങ്ങി. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇത് പ്രാബല്യത്തിലാകും എന്നുള്ള ധൈര്യത്തിൽ അതൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള പരിശോധന നടന്നിട്ട് ഏറെക്കുറെ 1 കോടിയിലധികം മോട്ടോർ വാഹന വകുപ്പിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത്തരം മോഡിഫിക്കേഷനുകൾ നടത്തിയവരെ പിടിച്ചതാണ്. തീതുപ്പുന്നതും മുകളിൽ ലൈറ്റ് വെച്ചവരും കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുള്ളവരെയൊക്കെ പിടിച്ചതുമാണ്. വലിയ സൗണ്ട് സിസ്റ്റമുകൾ, വലിയ വാർത്തകൾ, ഒരുപാട് വാർത്തകൾ നമ്മുടെ വാർത്താ ബുള്ളറ്റിനിടയിൽ തന്നെ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ സമയം നടക്കുന്ന സമയത്ത് പിന്നീട് ആ ഘട്ടത്തിൽ അതിനെ ഈ പറയുന്ന പോലെ ആരും അങ്ങനെ ഗൗരവപൂർണ്ണമായി എടുത്തിട്ടില്ല. ഇതൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ പിന്നീടാണല്ലോ കാര്യങ്ങൾ ഇത്രയധികം മാറിയിട്ടുണ്ടെന്നും ഇവർക്ക് ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തലേക്കോ അവലോകനത്തിലേക്കൊക്കെ പിന്നീടാണല്ലോ എത്തുന്നത്. അപ്പോൾ കുട്ടികൾ ഇത് കരുതിയിരിക്കുന്നത് സത്യത്തിൽ കാറിൻ്റെ കാര്യത്തിലാണെങ്കിലും നേരത്തെ ഹർഷൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ തീ തുപ്പുന്ന സൈലൻസറുകൾ എന്നൊക്കെ പറയുന്നത് എക്സോസ്റ്ററുകൾ, അത് എക്സോസ്റ്റ് വെക്കുക, പിന്നെ ഈ വീല് അപ്സൈസ് ചെയ്യുക, മറ്റൊന്ന് ഈ ടോപ്പ് ലൈറ്റ് വെക്കുക ഇതുപോലെ. അപ്പോൾ പിന്നെ ഈ സ്കൂട്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരുടെ ഹാൻഡിൽ ചേഞ്ച് ചെയ്യുക, ക്രാഷ് കാർഡ് വെക്കുക, പിന്നെ അതിനും ഈ പറയുന്നത് പോലെ വലിയ ഈ സൈലൻസറുകളിൽ നിന്ന് ഭയങ്കര ശബ്ദം, പഴയ ഈ ബുള്ളറ്റുകാരൊക്കെ ആഗ്രഹിക്കുന്ന കണക്കത്തിൽ അതിന് മുകളിലുള്ള ഒരു ശബ്ദം ഉണ്ടാക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ വയ്ക്കുക. പിന്നെ ഈ പെർഫോമൻസ് ECU റീമാപ്പിംഗ് നടത്തുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ കാറുകളുടെ കാര്യത്തിലാണെങ്കിൽ വലിയ ടയറുകൾ ഇതൊക്കെ ഉപയോഗിക്കുക, പിന്നെ ഈ ഷോക്ക് അബ്സോർബറിൽ മാറ്റം വരുത്തുക എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഈ വാഹന നിർമ്മാതാക്കൾ തന്നെ ഈ വാഹനത്തിന് എന്തു പറ്റും, ഇതിന് എത്രയധികം സേഫ്റ്റി ഉണ്ട്, അങ്ങനെ ഒരു ക്രാഷ് ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണല്ലോ സാധാരണ ഇത് വരിക ഇങ്ങോട്ട്. ആ വാഹനത്തിലാണ് ഇവർ ഇത്തരം മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിലുള്ള ഒരു കാര്യം. പക്ഷെ ആ മാറ്റങ്ങൾ ആ രീതിയിൽ, അതായത് അപകടകരമല്ലാത്ത മാറ്റങ്ങൾ അനുവദിക്കുമെന്ന് പറയുന്നിടത്താണ് ഇത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ വാഹനത്തിന് ഉറപ്പായാലും അപകടം ഉണ്ടാക്കുന്നത്. അത് നമുക്ക് മാത്രമല്ല, റോഡിലൂടെ പോകുന്ന നമ്മുടെ സഹസഞ്ചാരികൾക്കും അപകടമുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഇതെന്തായാലും നടക്കാൻ പോകില്ല. ഇതിലാകെയുള്ള ഈ കാലയളവിലുള്ള ഒരു നീക്കുപോക്ക് വന്നിരുന്നത് ഗതാഗത കമ്മീഷണർ കൊടുത്ത ഒരു 18 ഇനം നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ ഇവിടെ ഉള്ള മോഡിഫിക്കേഷനുകളിൽ ഉള്ളതാണ്. പിന്നെ പുതിയൊരു അറിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറിവ് പൊടി തട്ടിയെടുക്കുന്നത് പോലെ ഇങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് കേട്ടോ ആ 18 ഇന കാര്യങ്ങൾ എന്നുള്ളത് ഒരറിവിലേക്കായി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പഴയ വീഞ്ഞ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അതിപ്പോൾ വേണമെങ്കിൽ ഈ സർക്കാർ വന്നതുകൊണ്ട് അത് പുതിയ കുപ്പിയിൽ എന്ന പോലെ എന്തോ വരുന്നു എന്ന രീതിയിലാണ്. പക്ഷേ ഇന്ന് നിയമസഭയിലോടും കൂടെ അദ്ദേഹം ഈ കാര്യം CP ജോൺ ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യം പറഞ്ഞതോടുകൂടി അതിൽ ഇനിയൊരു വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണെങ്കിലും അതിൽ കൂടുതൽ പ്രായമുള്ളവരാണെങ്കിലും, നമ്മുടെ കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളും പിന്നെ ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒന്നും ഇത്രയധികം പൂക്കികളല്ല, നമ്മളോടൊപ്പം ഇതിന് നിൽക്കുന്നവരല്ല. കാരണം അവർ റോഡ് സുരക്ഷയും ഇതുപോലെ പരിസ്ഥിതിയൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രം ഇത്തരം മോഡിഫിക്കേഷനുകൾ, ഇത്തരം മാറ്റങ്ങൾ ഒക്കെ അനുവദിക്കുന്ന ആളുകളാണ്.
അത് തന്നെയാണ് 1988 അല്ലേ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് നിയമം വരുന്നത്. അത് 52 പ്രകാരമാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. വാഹന നിർമ്മാതാക്കൾ അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് രൂപമാറ്റം വരുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളത് അതിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തിൽ നിന്നുള്ള ഉദാഹരണവുമുണ്ട് അതിന്. ഈ കേരള മോട്ടോർ വാഹന ചട്ടം അനുസരിച്ചുകൊണ്ട് ഇവിടെ മോഡിഫിക്കേഷൻ അനുമതി നൽകിയ ഒരു സമയമുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി, അത് ഡിവിഷൻ ബെഞ്ച്, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചായിരുന്നു അത് ചെയ്തിരുന്നത്. അത് സുപ്രീം കോടതി അതിൽ പരിഗണിച്ചുകൊണ്ട് അത് റദ്ദാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആ ഉത്തരവ് റദ്ദാക്കുകയാണ് ഉണ്ടായത്. അന്നും പറഞ്ഞിരിക്കുന്നത് ഈ 52 വകുപ്പ് പ്രകാരം കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ ഈ 52 വകുപ്പ് പ്രകാരം അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷനും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തിരുത്തൽ വന്നു. എന്ന് വെച്ചാൽ അത്ര സ്ട്രോങ് ആണത്. 2019 കേരളത്തിൽ നിന്നുള്ള ഉദാഹരണം വന്നത്. ഇനി വേറെ ഒന്നുമല്ല, മൂന്നാറിൽ, ഹർഷൻ ചേട്ടൻ ഓർമ്മയില്ലേ, മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസ് ഇറക്കി. ആ ബസ് ഇറക്കിയിട്ട് അതിന് അധികമായി ഒരു ഹെഡ്ലൈറ്റാണ് വെച്ചത്. അത് വലിയ വിവാദമായി. അത് പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. എന്ന് വെച്ചാൽ അധികമായി ഒരു ഹെഡ്ലൈറ്റ്. അവിടെയാണ് ഈ കാറിന് മുകളിലും സൈഡിലും ഒക്കെ പുറത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ, ഇതിപ്പോൾ ബൈക്കിലാണെങ്കിലും കാറിനാണെങ്കിലും വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുള്ളത്. ഇത് ഒരു ഹെഡ്ലൈറ്റ് മൂന്നാറിൽ ഇറക്കിയ ഈ ഡബിൾ ഡെക്കർ ബസ്സിന് പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. ഇതും ഉദാഹരണമാണ്. അപ്പോഴൊക്കെയും ഈ ഉത്തരവുകളിലൊക്കെ തന്നെ ഇതൊക്കെ ഓർമ്മിപ്പിക്കും, ഇങ്ങനെയുണ്ട് കേന്ദ്ര നിയമങ്ങൾ, ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നിയമങ്ങൾ ഇതിന് മുഴുവൻ ബാധകമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ മറികടക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെയൊന്നും മറികടക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഗതാഗത മന്ത്രിക്കോ നിലവിലത്തെ സാഹചര്യത്തിൽ അധികാരവുമില്ല, അവർക്കതിന് കഴിയുകയുമില്ല. അപ്പോൾ ഈ പരിമിതമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഹർഷൻ ചേട്ടൻ ചൂണ്ടിക്കാണിച്ചത് പുതുതായി ഈ റാപ്പിംഗ്, കളർ കോഡിങ്, ഇതിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് സാധ്യതയുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കാനേ പറ്റുകയുള്ളൂ. അല്ലാതെ ഈ നിലവിൽ നിയമലംഘനത്തിന് പിടികൂടുന്നവർ നടത്തുന്ന പോലെയുള്ള ഈ മോഡിഫിക്കേഷനുകൾ ഒരു ഘട്ടത്തിലും അതേ തരത്തിൽ അനുവദിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ നിലവിൽ മുഖ്യമന്ത്രിക്കോ ഇവിടെയുള്ളവർക്കോ പറ്റില്ല. എനിക്ക് തോന്നുന്നു വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് പോലും ഇവിടെ പ്രോട്ടോടൈപ്പ് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അത് കേന്ദ്രത്തിന് കീഴിലുള്ള വിവിധ ഏജൻസികൾ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് ഇവിടുത്തെ നിരത്തിൽ ഇറക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ബാധകം. ഇവിടെ ഉണ്ടാക്കുന്നതിനും ബാധകമാണ്, അവിടുന്ന് കൊണ്ടുവരുന്നതിനും ബാധകമാണ്. അതുകൊണ്ട് ഏജൻസികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുമല്ലോ, നിങ്ങൾ വഞ്ചിതരായിരിക്കുന്നു. ഇത് ഒരളവിൽ നിങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. നിങ്ങളിങ്ങനെ ആഗ്രഹിക്കരുതായിരുന്നു അല്ലേ? ഒരു പക്ഷേ ഇത് കണ്ടിട്ട് പിള്ളേർ മോഡിഫൈ ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റീല് കാണുന്നവരോ പോലെയൊന്നുമല്ല, ഒരു 10 സെക്കൻഡോ 20 സെക്കൻഡോ കണ്ടുവിടേണ്ട കാര്യമല്ല എന്തായാലും ഇത്. അത് വായിക്കണം. നമുക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് വായിക്കണം, അതിനെപ്പറ്റി അറിയുകയും ചെയ്യണം. കാരണം ഈ വ്യവസ്ഥകൾ ബാധകം എന്ന് പറഞ്ഞതുപോലെയാണ് അതിന് മുമ്പത്തെ കാര്യങ്ങൾ മോഡിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വ്യവസ്ഥകൾ ബാധകം എന്നുള്ളത് അതിനടിയിലുണ്ടെന്ന് നമ്മൾ എന്തായാലും മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം പോക്കറ്റിലെ കാശ് പോകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. അതിൻ്റെ ഒന്നാം പടിയാണ് നിലവിൽ ഇന്ന് നിയമസഭയിൽ കണ്ടിരിക്കുന്നത്.